ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. CPI എക്സിക്യൂട്ടീവിൽ CPM-നെതിരെ രൂക്ഷ വിമർശനം. നിലമ്പൂരിൽ CPM ഏകപക്ഷീയമായി പ്രവർത്തിച്ചു. ഒരു ഘട്ടത്തിലും CPI അടുപ്പിച്ചില്ല. വിജയരാഘവനും MV ഗോവിന്ദനും കൂടി കാര്യങ്ങൾ തീരുമാനിച്ചു. മണ്ഡലത്തിന്റെ സ്വഭാവം അറിയാതെയുള്ള പ്രചരണം മാത്രമാണ് ആവിഷ്കരിച്ചതെന്നും വിമർശനമുണ്ട്. നിലമ്പൂരിലെ തോൽവി വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എന്തായാലും CPM-നെതിരെ വിമർശനത്തിന്റെ ചില ശബ്ദങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൽ പ്രധാനപ്പെട്ടത് നിലമ്പൂരിൽ തന്ത്രപരമായ പാളിച്ചയുണ്ടായി എന്നാണോ CPI-യുടെ വിലയിരുത്തൽ? CPM-നെ കുറ്റപ്പെടുത്തുന്നതും അതിലാണോ? CPM-ൽ തന്നെ അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൽ ആ വിഷയം ചർച്ച ചെയ്യും. പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി, സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ നിർത്തി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് തന്നെ ആദ്യത്തെ പിഴവാണെന്ന് പറയുന്നു. MV ഗോവിന്ദ മാഷിന്റെ പ്രസ്താവന ഉണ്ടാക്കിയ അലയൊലികളും തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തു എന്നാണ് പൊതുവെ CPM-ലെ ചില നേതാക്കളുടെ വിലയിരുത്തൽ. ഇതൊക്കെ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമല്ലേ റഹീഷ്? സെക്രട്ടേറിയറ്റിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് തോൽവി വിശദമായി തന്നെ ചർച്ച ചെയ്യും എന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ ചർച്ചയാകും എന്ന കാര്യം ഉറപ്പാണ്. അതിനിടെയാണ് ഇന്നലെ ചേർന്ന CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അതിരൂക്ഷമായ വിമർശനമാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ പോലും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന സമയത്ത് മാധ്യമങ്ങളിൽ M സ്വരാജ് സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമാണ് CPI-ക്ക് ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യം അറിയാൻ പറ്റിയത്. അതായത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് മുതൽ പ്രചരണത്തിന്റെ അവസാന ഘട്ടം വരെ CPI-യെ മാറ്റി നിർത്തിയുള്ള ഒരു തീരുമാനമാണ് CPM എടുത്തത് എന്നതാണ് ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നടന്ന പ്രധാനപ്പെട്ട ചർച്ച. അവിടെ പ്രചരണ രംഗത്ത് എങ്ങനെ പ്രചരണം നടത്തണം എന്ന കാര്യത്തിൽ പോലും CPI-യോട് സംസാരിച്ചില്ല. അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തോട് സംസാരിച്ചില്ല. AKG സെന്ററിൽ നിന്ന് ഒരു പറ്റം നേതാക്കളെത്തി അവിടെ വന്ന് പ്രചരണം നടത്തുന്നതാണ് കണ്ടത്. കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനാണ് ഇതിന് മേൽനോട്ടം കൊടുത്തത്. വിജയരാഘവൻ നിശ്ചയിക്കുന്നതനുസരിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു. അതിനൊപ്പം MV ഗോവിന്ദനും കൂടിച്ചേർന്നു. അവർ രണ്ടുമാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് എന്ന് മാത്രമല്ല CPM-ന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കും നിലമ്പൂർ എടക്കര ഏരിയ കമ്മിറ്റിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു റോളുമില്ലായിരുന്നു എന്നാണ് CPI-യുടെ അവിടുത്തെ പ്രചരണത്തിന് ചുമതല വഹിച്ച നേതാക്കൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് തോൽവി ഈ അറ്റം വരെ വന്നത്. പ്രത്യേകിച്ച് മണ്ഡലത്തിന്റെ സ്വഭാവം അറിയാതെയുള്ള പ്രചരണ തന്ത്രമാണ് രൂപീകരിച്ചത്. തളിപ്പറമ്പ് പോലുള്ള ധർമ്മടം പോലുള്ള മണ്ഡലത്തിൽ നടത്തുന്ന പ്രചരണ തന്ത്രമല്ല നിലമ്പൂരിൽ നടത്തേണ്ടിയിരുന്നത്. പാർട്ടി കോട്ടകളിൽ നടത്തുന്നത് പോലെ വളരെ ആ തരത്തിലുള്ള പ്രചരണം നടത്തിയത് തോൽവിയുടെ ആക്കം കൂട്ടി എന്നതാണ് CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നടന്ന ചർച്ചകളിൽ പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുമ്പോൾ അതിലും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരാം. അക്കാര്യങ്ങളെല്ലാം നാളെ ചേരുന്ന സംസ്ഥാന സമിതി, നാളെയും മറ്റന്നാളും ചേരുന്ന സംസ്ഥാന സമിതി ചർച്ച ചെയ്യുകയും ചെയ്യും. ചുരുക്കിൽ പറഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അത് മുന്നണിക്കകത്ത് പോലും പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലേക്ക് LDF-നകത്തേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ട്. അരുൺ. ഓക്കെ, താങ്ക് യു റഹീസ് റഷീദ്. കാര്യങ്ങൾ ആഴത്തിൽ വിലയിരുത്താനാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുക. തീർച്ചയായിട്ടും അതിലെ തെറ്റുകൾ തിരുത്തും എന്നാണ് MV ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കുന്നതും. ആ അർത്ഥത്തിൽ വിമർശനങ്ങൾ ഉണ്ടാവും. ആ വിമർശനങ്ങളെയൊക്കെ പാർട്ടി ഇന്ന് ആഴത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യും.